തഗ് ലൈഫ് ടീമിൽ ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയതിന് ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ ഡിഡ് എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. That's collaboration, and that's what he has done. And there, of course, Rahman is there, and array of talents of various people. Ravi K. Chandran, he's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Maradhanayagam. It didn't happen because പിന്നെ അത് നടന്നിരുന്നാൽ we won't have Ravi K. Chandran working in India. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. The sound is mixed by Craig, who did Whiplash and won an Oscar. And it was my pride is, after being part of this film, is that this film was mixed in my brand new studio. So ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും because I am also responsible. And even the assistant directors, small characters, and the singers in the film, ഞാനും ഒരാളാണ് വോയിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers of some of this film, and I've written a song. Shiva Anand has written a song. We have brought in many old and new talents together, and that's Mr. Maniratnam. I've been waiting for it, and they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here. And any more questions? Yeah, please. Kamala. Sir, channel mics അവിടെ ഇരിക്കുന്ന അവിടെ സൗണ്ട് ഉണ്ടാകില്ലേ പ്ലീസ് ആ സൈഡ്. ചോദിച്ചു സർ, കമൽ സാറിന്റെ ഫ്രണ്ട് Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദ ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഹി റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാനെ അനുഭവിക്കില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ ആം ദ ലീസ്റ്റ്. And so yes, it continues, and I respect the critic more than this fan. This fan and that critic are very important. Kamal sir. Yes. Sir, വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രമായാലും തഗ് ലൈഫ് ആയാലും അതിൻ്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിലാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. എൻ്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it, with what kind of valor,
Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And I'm another 4 generations later, I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. കമൽ സർ ചോദിച്ചോളൂ. ഇവിടെ ഓക്കെ വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണ് ഇന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. Varudha Mumbu. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my. So I told him, Aliyanaye poyallo, valare sandosham. So I just spoke to him and I wished him happy birthday. Yes. നെക്സ്റ്റ് വൺ ചോദിച്ചോളൂ. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെയാവും ഞങ്ങൾ. For us, the true hero for us is cinema itself. So, ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ദ ലീഡ് റോൾ മാൻ. സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ്. അത്രയേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So, that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജു ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ. തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സാറും വരാമെന്ന് സംശയമാണ്. അതൊക്കെ സംശയമാണ്. തിരുച്ചി കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരുച്ചി കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജുവും അങ്ങനെ ആയിപ്പോ. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ഹലോ കമൽ സർ. ഹലോ ഇവിടെ ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ ഇനി എപ്പോഴാണ് പ്രതീക്ഷിക്കണം മലയാളത്തിൽ? എന്തോ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? അത് വേറെ ഇതിൽ കുറെ ഉത്സവമുണ്ട്. Once again, thanks for coming to Kerala. And You don't have to thank me. yes, I will always come. sir, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാറ് മരുതനായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമേനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോക്കാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാറ് തന്നെയായിരുന്നു ആക്ടറും സാറ് തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തല്ല, അതിനാളുണ്ട്. അത് that is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല.
Because you are the കാരണം if you ask him how's your performance good, ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണി സാറിന്റെ പേര് പറയാതെ വഴിയില്ല. അതാണ്. So saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe more, I don't remember. Then the first thing was Ravi K. Chandran said, നമ്മുടെ ഷാർട്ട് കണ്ടോ? He said, ഇല്ല കണ്ടില്ലേ, പോയി കാണുക. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradhanayagam is our man. I picked it up from a hidden history book. For reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten it. Maradhanayagam is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person with another name from another religion, and he did it without violence, and that's Gandhi. I supposed to say about Thug life. And in India, there is an untold story about the Thug gang. And this is story and thing connected to the... No, because this word has become a common use. Like the father calling the son, rascal, and it's not the rascal of 18th century. Because then rascal means you won't be able to move easily in the society. So അതുപോലെ Thug life, especially when Tupac, the rapper, he made it popular, Thug life. And his life was that of a thug also, apart from being a great artist. So that's where he popularized it, we took the title. ഈ ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു, കമലഹാസൻ സാറ് പറഞ്ഞായിരുന്നു മലയാള സിനിമ ഒന്നും കൂടെ ഇനിയും അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് ഗോപാലൻ ചേട്ടൻ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യോ, ജോയി ചേട്ടൻ എല്ലാം കൂടി ഒരു പടം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ? അല്ലല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അതേ ചെയ്തേ നോക്കൂ, രാജ് കമലും കൂടെ ഉണ്ടാവും. സോ ദിസ് വിൽ ഹാപ്പൻ. ബട്ട് ഐ ഓൾവേസ് എപ്പോഴും പറയാറുണ്ട്, ഐ വാണ്ട് ടു ടേക്ക് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ഇസ് ബഡ്ജറ്റില്ല സാറേ, മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല, അപ്പോൾ മേക്ക് എ ഡബിൾ വെർഷൻ. നമ്മൾ സഹോദരന്മാരാണ്. കമ്പരാമായണം വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. We are speaking different dialects now. And Malayalam has got literature now over the 1,000 years. We are all, when you do PhD in Malayalam, you will automatically touch Tamil. We are brothers historically. So I want to make a double version so that then win a pan-India status, it will not stay as a double version. It will become an international version. That's what I wanted. That's what I've been thinking about. So to sum it up, one final question. ഇതൊരു സംസാരിക്കാതെ ആരെങ്കിലും ചോദിക്കാം? ഒരാൾ സംസാരിക്കാതെ ചോദിക്കാം. തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് കമൽ സാർ തഗ് ലൈഫ് തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെ ആക്ടിങ് കണ്ടിട്ട് സാറ് അതിനകത്ത് ജീവിക്കുകയായിരുന്നു എന്നൊരു ഇതിൽ പറഞ്ഞിരുന്നു. അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു, പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെയും സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാറിന് എന്താണ് പറയുന്നത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalis. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least, not use it. This is not a Uber. We are building a highway. So that I want to see. I'll talk to your government,
our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international. Beautiful. Thank you so much, sir. We are calling it. Excuse me, sir. Thank you so much. എനിക്കത് ഓരോ ക്വസ്റ്റ്യനും ഉള്ള സാറിന്റെ ഓരോ മറുപടി ഇറ്റ്സ് ലൈക്ക് അത് തന്നെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എവറി സിംഗിൾ ആൻസർ റിപ്ലൈ ടു യുവർ ക്വസ്റ്റ്യൻസ് ഇസ് ലൈക്ക് വെരി നൈസ്, വെരി സോളിഡ്. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ